ഹലോ, എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നിവിടെ വൈകിട്ട് കപ്പയും ചായയുടെ കൂടെ കപ്പ ഒഴിക്കുന്നത് ചമ്മന്തിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമല്ലേ, ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വരുന്ന ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ച് കപ്പ പുഴുങ്ങാമെന്ന്. ഇന്നലെ നമുക്ക് കപ്പ കിട്ടിയായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇതാ കപ്പ ഉണ്ടോ? കപ്പ ഒഴുങ്ങിയതും നല്ല മുളക് ചമ്മന്തിയും കൂടെ നമുക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. കപ്പ ഒഴുകിയത് മുളക് അടിപൊളി സാധനമല്ലേ, നല്ല കോമ്പിനേഷനല്ലേ. പണ്ടത്തെ കാലത്ത് അരിയില്ലാത്ത സമയത്ത് കപ്പ പുഴുങ്ങിയൊക്കെ ആയിരുന്നു തീറ്റി. അരിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നില്ല പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലത്ത്. അപ്പോൾ കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ കൂട്ടിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പറമ്പിലൊക്കെ കപ്പയുണ്ട്. ഇപ്പോഴല്ലേ കപ്പയൊന്നും ഇല്ലാത്ത പറമ്പിൽ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കപ്പ പുഴുങ്ങാമെന്ന് വെച്ചു. ഇന്നലെ ഞാൻ താഴെ പോയി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഷോപ്പിൽ പോയി ഓഫർ ഉണ്ടായിരുന്നു. അപ്പം അല്ലാണ്ട് നമുക്കൊന്നും വാങ്ങിക്കാനുള്ള പറ്റത്തൊന്നുമില്ല, ഭയങ്കര വിലയല്ലാണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് പുഴുങ്ങിക്കൊണ്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാവേ. നല്ല അടിപൊളി വെറൈറ്റി ഒരു മുളക് ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വെള്ളം അങ്ങോട്ട് പോട്ടെ. ഇതാ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ എടുത്തേക്കെന്ന് അറിയാമോ? വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പുളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. വാളംപുളിയാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല വെറൈറ്റി ചമ്മന്തിയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമതിനകത്ത് എണ്ണ ചേർക്കേണ്ട. മുളക് വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ എണ്ണ ചേർക്കേണ്ട ആവശ്യം വരത്തില്ല. വെളിച്ചെണ്ണ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല. എല്ലാത്തിനും നമ്മൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ചുവന്നുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയും കൂടി ഇട്ട് കൊടുക്കാനേ. എന്നിട്ട് ഇതാ ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മുളക് ഞാൻ ഏറെ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് മുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിച്ചിരി ഏറെ എടുത്താണ് കേട്ടോ. അപ്പോൾ അതവിടെ മൂക്കട്ടെ. ഇനി നമുക്ക് ഈ കറിവേപ്പില കൊണ്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം കിളങ്ങ് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം. ഇത് വെറൈറ്റിയാണിത് കേട്ടോ. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയേ. ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നതായിരിക്കും. മുളക് മൂക്കട്ടില്ലേ, മുളക് മൂക്കട്ടെ. അപ്പം മുളക് മൂത്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. ജാറിനകത്താക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചമ്മന്തി അരച്ചുകൊണ്ട് വരാം നമുക്ക് കേട്ടോ. ചമ്മന്തി അരച്ചിട്ട് ഓടി വരാവേ. നല്ല പൊളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈറ്റ് കുറവാണ് ഇവിടെ കേട്ടോ. സംഭവം പൊളിച്ചപ്പാ.
നല്ല ചമ്മന്തിയാണ്. കുഴഞ്ഞിടാം പാത്രത്തിലോട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനത്തെ ഒരു ചമ്മന്തി. ഇതാ നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ചമ്മന്തിയാണ്. വേണമെങ്കിൽ ഇച്ചിരി എണ്ണ കൂടെ ഒഴിക്കാം. എനിക്ക് എണ്ണ ഒഴിക്കേണ്ടി വരും, കാരണം അതിനകത്ത് എണ്ണ കുറവാണ്. ഞാൻ എന്തായാലും ചമ്മന്തി ഉണ്ടാക്കിയതല്ലേ, നമുക്ക് ഒരു കഷ്ണം കപ്പയൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഒരു കഷ്ണം കപ്പയൊന്ന് കഴിച്ച് നോക്കാം. എന്തായാലും ചമ്മന്തി ഉണ്ടാക്കിയല്ല, ഒരു കഷ്ണം ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. എന്താണെന്ന് അറിയാം, ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ്. നല്ല സൂപ്പർ കപ്പ, നല്ല പുട്ടുപൊടി പോലെ വെന്ത് കേട്ടോ. ചൂടാ വരൂ, എല്ലാവർക്കും തരാം കേട്ടോ. നല്ല ചമ്മന്തി കേട്ടോ, ചൂട് കപ്പ, അടിപൊളി ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇപ്പോൾ കഴിച്ചാൽ ശരിയാവത്തില്ല, എന്താണെന്നറിയോ, അടപ്പിനകത്ത് വരെ ഇട്ട് കഴിക്കുന്നത്. അതേപോലെ നല്ല ചമ്മന്തി. അല്ല കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.